ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സ്ത്രീ ശാക്തീകരണം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമി ഫൈനലിൽ. വാർത്തകൾ വിശദമായി. സ്ത്രീ ശാക്തീകരണം, പ്രകൃതി സ്നേഹം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 12ാമത് ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. 35 ലക്ഷത്തിലധികം ആളുകൾ കൈത്തറി മേഖലയിൽ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ 25 ലക്ഷത്തോളം പേർ സ്ത്രീകളാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. हमारे हथकरघा सेक्टर में भारत की रूरल प्रीमियम इकोनॉमी का सबसे सुंदर और मानवीय उदाहरण बनने की संभावनाएं बलवती हुई. महत्वपूर्ण हैंडलूम क्लस्टर्स को आधुनिक प्रौद्योगिकी और सामूहिक प्रशिक्षण विधियों से जोड़ा जा रहा है. बुनकरों की आय बढ़ाने के लिए अनेक पारदर्शी उपाय सरकार ने हाथ में लिए हैं. बुनाकारों को उनकी मेहनत का पूरा लाभ सीधे मिलने के रास्ते खुले हैं. ചടങ്ങിൽ 2025 സന്ത് കബീർ കൈത്തറി അവാർഡുകളും ദേശീയ കൈത്തറി അവാർഡുകളും രാഷ്ട്രപതി സമ്മാനിച്ചു. കൈത്തറി, നെയ്ത്ത് പാരമ്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന 4 സ്മാരക തപാൽ സ്റ്റാമ്പുകളും ചടങ്ങിൽ പുറത്തിറക്കി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്ന് ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. സുരക്ഷാ കൌൺസിലിൽ സ്ഥിരാംഗങ്ങളുടെയും താൽക്കാലികാംഗങ്ങളുടെയും പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യ നിരന്തരം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. ഭീകരതയും ശത്രുതയും അക്രമവുമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് മുന്നോട്ടു പോകാനാകൂ എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം പാകിസ്ഥാൻ പിന്തുടരുകയാണെന്ന് ജയശങ്കർ വ്യക്തമാക്കിയത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വലിയ മുൻഗണനയാണ് ഇന്ത്യൻ റെയിൽവേ നൽകുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടപ്പിലാക്കിയ വിവിധ സുരക്ഷാ നടപടികളുടെ ഫലമായി ട്രെയിനുകൾ പാളം തെറ്റുന്നതുൾപ്പെടെയുള്ള അപകടങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി അദ്ദേഹം വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് നാളെ തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യ ദിവസം അദ്ദേഹം സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. 2ാം ദിവസം ശ്രീ വിജയ്പുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഷയങ്ങൾ പാർലമെന്റ് തീരുമാനിക്കുന്ന ആഭ്യന്തര കാര്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ മന്ത്രാലയം തള്ളിക്കളഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. അമേരിക്കയടക്കമുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടുകളുടെ വരവ് നിയന്ത്രിക്കുന്നുണ്ടെന്ന് ശ്രീ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി. जहाँ तक भारत के अपने विधायी मामलों का सवाल है, ये हमारी अंदरूनी मामला है जिसपे हमारी संसद उस पे निर्णय लेती है. मैं आपको ये भी बताना चाहता हूँ कि दुनिया में कई एक ऐसे राष्ट्र हैं जिसमें अमेरिका भी शामिल है जो विदेशी कोष को, विदेशी फंड्स को विनियमित करते हैं.
ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വാർത്താസമ്മേളനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യയ്ക്ക് യാതൊരു പങ്കുമില്ലെന്ന് ജയ്സ്വാൾ ആവർത്തിച്ചു. പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങളെയൊന്നും സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ച് സംസാരിച്ച വിദേശകാര്യ വക്താവ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും മാറ്റങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി പറഞ്ഞു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ് കോൾ വന്നതെന്നും ഇന്ത്യയ്ക്ക് ആ രാജ്യവുമായി തന്ത്രപരമായ പങ്കാളിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ കൈത്തറി നൈപുണ്യത്തിന് ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങാനും അതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവയ്ക്കാനും ദേശീയ കൈത്തറി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 2015 ഓഗസ്റ്റ് 7-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കൈത്തറി ദിനാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഡൽഹി IITയുടെ 57ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. IITയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരംപ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. കേരളത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ താലൂക്കുകളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട് താലൂക്കിലാണ് കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ വീണ്ടും മഴ പെയ്തത് പലയിടങ്ങളിലും വെള്ളം കയറുന്നതിന് ഇടയാക്കി. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 97 ഉയർന്നു. 15 ജില്ലകളിലായി 1.68 ലക്ഷത്തിലധികം പേരെ ദുരിതം ബാധിച്ചിട്ടുണ്ട്. ഗോലാഘട്ട്, ശിവസാഗർ തുടങ്ങി പ്രളയക്കെടുതി രൂക്ഷമായി ബാധിച്ച ജില്ലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ധൻസിരി നദിയിൽ മാത്രമാണ് ജലനിരപ്പ് അപകടനിലയിൽ തുടരുന്നത്. ആസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമി ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ അഷ്മിതയും രക്ഷിതയും തമ്മിൽ ഏറ്റുമുട്ടും. പ്ലാനിംഗ് ബോർഡിലേക്ക് കേരള PSC 2023 ജൂലൈ 13 നടത്തിയ പരീക്ഷയിലെ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ വിട്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിട്ടുപോയ ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം പൂർത്തീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം മുൻനിർത്തി അടിസ്ഥാനരഹിതമായ പരാതികൾ ഉന്നയിച്ച് കമ്മീഷന്റെ യശസ്സിനെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ KSEB ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിലൂടെ അനായാസം അടച്ചു തീർക്കാൻ കഴിയും. പലിശത്തുക 6 മാസത്തെ തുല്യഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. ഒക്ടോബർ 31 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സ്ത്രീ ശാക്തീകരണം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം.
കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമി ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.